കത്തോലിക്ക കോൺഗ്രസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു രാഷ്ട്രീയ സംഘടനയല്ല. അത് ഒരു സമുദായ സംഘടനയാണ്. സമുദായത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കെട്ടുറപ്പ്, സമുദായത്തിൻ്റെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുന്ന വിപത്തുക്കളും കാലാകാലങ്ങളിൽ കണ്ടെത്തി അതിനെ പ്രതിരോധിക്കുക, അതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ വലിയ ദൗത്യം. കത്തോലിക്ക കോൺഗ്രസ്സിലുള്ളവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അംഗത്വം എടുക്കുന്നതിൽ നമുക്ക് തടസ്സമുണ്ടായിട്ടില്ല. ഇവിടെ ആയിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയ ചായ്വുകൾ ഉള്ളവരാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ബലപ്പെടുന്നതിന് പകരം നമ്മൾ ബലഹീനരാകുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം തക്ക സമയങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ പള്ളികളിൽ ഒരിക്കലും നമ്മൾ രാഷ്ട്രീയം പറയാറില്ല. പക്ഷേ ജനാധിപത്യത്തിൻ്റെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായിട്ടും വോട്ട് രേഖപ്പെടുത്തണമെന്ന് നമ്മൾ പറയാറുണ്ട്. നിർബന്ധമായിട്ടും വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം നഷ്ടമാക്കുന്നത് ധാർമ്മികമായിട്ട് ഒരു പരാജയമാണ്. അത് ഒരു പങ്കാളിത്തപരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യം, എന്നൊക്കെയാണോ കേരളത്തിലെ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുള്ളത്, പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും ജനാധിപത്യ കക്ഷികൾക്ക് വളരെ അനുകൂലമായിട്ടാണ് പോകുന്നത്. പലപ്പോഴും നിസ്സംഗത, നിഷ്ക്രിയത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും അപകടം വരുത്തി വയ്ക്കാറുണ്ട്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഉത്തരവാദിത്തം ഒരു രാഷ്ട്രീയ അവബോധം നമ്മുടെ സമുദായത്തിൽ സൃഷ്ടിക്കുക. രാഷ്ട്രീയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഒരു മാതൃകാ കത്തോലിക്കൻ എന്ന നിലയിൽ ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രവർത്തന ശൈലി നമ്മുടെ സമുദായത്തിൽ ഉണ്ടായേ മതിയാകൂ. അത് കക്ഷി രാഷ്ട്രീയം എന്നതിനേക്കാൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തെ പോലെ തന്നെ രാഷ്ട്രീയ സംശുദ്ധിയുടെ ഒരു സാംസ്കാരികം, അത് നമ്മൾ സൃഷ്ടിക്കാനായിട്ട് വളരെ പരിശ്രമിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമുദായം നേരിടുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ മേജർ ആർച്ച് ബിഷപ്പായതിന് ശേഷം പ്രധാനമന്ത്രിയെ കാണാനായിട്ട് ഡൽഹിയിൽ ചെന്നപ്പോൾ പ്രധാനമന്ത്രി എന്നോട് ഏകദേശം ഒരു 30-40 മിനിറ്റ് നേരം വളരെ ശ്രദ്ധയോടുകൂടെ സംസാരിക്കുകയും എന്നെ കേൾക്കുകയും നമുക്ക് പറയാനുള്ളത് മുഴുവൻ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു. അന്ന് അദ്ദേഹത്തിന് സഹായമായിട്ട് വന്ന നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം
പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ന്യൂനപക്ഷ അവകാശങ്ങളിലെ ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സസ് ഏറ്റവും കുറച്ച് കിട്ടുന്ന സമുദായം നിങ്ങളാണ്. നിങ്ങൾക്ക് അർഹതയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അത് ചോദിച്ചു വാങ്ങിക്കാനുള്ള ഒരു തൻ്റെയിടമോ ശക്തിയോ ഒന്നും നിങ്ങൾ കാണിക്കാറില്ല. പലപ്പോഴും നമ്മളെക്കാൾ ശക്തമായിട്ടുള്ള സംവിധാനങ്ങളുള്ള സമുദായങ്ങൾ ഈ ന്യൂനപക്ഷ ഫണ്ടിൻ്റെ സിംഹഭാഗവും വാങ്ങിച്ചെടുക്കുകയാണ്. എനിക്ക് തോന്നുന്ന കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തന ശൈലിയിലൊക്കെ ഉണ്ടാകേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മുടെ ആളുകളെ നമ്മൾ ഈ രാഷ്ട്രീയ ബോധ്യം, രാഷ്ട്രീയമായ ഒരു സംസ്കൃതി, രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാട് അതുള്ളവരാക്കി നമ്മൾ മാറ്റണം. 5 കൊല്ലത്തിലൊരിക്കൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു സമുദായം മാത്രമായിട്ട് നമ്മൾ തീരാൻ പാടില്ല. നിങ്ങൾക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷൻ വളരെ സമീപഭാവിയിൽ നമുക്ക് നേരിടാൻ പോവുകയാണ്. 50% സീറ്റ് സ്ത്രീ സംവരണമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയേറെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ത്രീകളുള്ളൊരു സമുദായം നമ്മളെപ്പോലെ ഇല്ല. പക്ഷേ നമ്മൾ ഒരു മുൻകൂർ ഒരുക്കം നടത്താത്തത് കൊണ്ട് നമ്മൾ അവസാനം ചെന്ന് ആരെങ്കിലും പിടിച്ച് നിർത്തേണ്ട ഗതികേട്ടിലേക്ക് വരും. ഇവിടെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ദൗത്യം. അതായത് പഞ്ചായത്ത് ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ഒരു പ്രസ്താവന കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത്, ഏത് രാഷ്ട്രീയ കക്ഷിയിലാണെങ്കിലും നമ്മുടെ സമുദായത്തിൽ നിന്ന് ആളുകൾ മത്സരിക്കാൻ തക്ക വിധത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് നമ്മുടെ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്. ഇടപെടലുകൾ ഉണ്ടാകണം. അങ്ങനെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ ദൗത്യം കൂടുതൽ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. സഭ ഈ ലോകത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ലോകത്തിൻ്റെ എല്ലാ നിലപാടുകളിലും നമുക്ക് നമ്മുടെ സാന്നിധ്യത്തിൻ്റേതായിട്ടുള്ള ദൗത്യമുണ്ട്. ചീച്ചലകറ്റുന്ന ഉപ്പാകാനും രുചി പകരുന്ന ലവണമാകാനും പ്രകാശം പരത്തുന്ന പീഠത്തിൽ വെച്ച് ദീപമാകാനൊക്കെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ചാവറയച്ചൻ്റെ കാലത്ത് നമ്മൾ പള്ളിയോടത്ത് പള്ളിക്കൂടങ്ങൾ എന്ന വാക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ നമ്മുടെ സേവനങ്ങളെ തമസ്കരിക്കാൻ നോക്കിയാലും ഈ പള്ളിക്കൂടം എന്ന വാക്ക് നമ്മുടെ സമുദായം വിദ്യാഭ്യാസ രംഗത്ത് നടത്തിയ ശുശ്രൂഷകൾക്ക് ചരിത്രം നമ്മുടെ മേലെ ചാർത്തിയ പതക്കമാണ് ഈ പള്ളിക്കൂടം, പള്ളിയോടനുബന്ധിച്ചുള്ള കൂടം. ചാവറയച്ചൻ എത്ര ശക്തമായിട്ടാണ് പറഞ്ഞത്, പള്ളിക്കൂടം വേണമെന്ന്. ചാവറയച്ചൻ്റെ ചില എഴുത്തുകൾ ഞാൻ വായിച്ചപ്പോൾ ആദ്യമായിട്ട് പിടിയരി പിരിക്കാനായിട്ട് ചാവറയച്ചനാണ് ആഹ്വാനം കൊടുത്തത്. ഒരു വീട്ടിൽ ഉച്ചഭക്ഷണം വെക്കുന്നതിന് മുൻപ് ഒരു പിടി അരി മാറ്റിവെക്കുക. 2 കാര്യങ്ങൾക്കാണ് പിടിയരി പിരിച്ചത്. ഒന്ന് പള്ളിയുടെ ആവശ്യങ്ങൾക്ക്, 2 പള്ളിക്കൂടത്തിൽ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാനായി. ഈ ഉച്ചഭക്ഷണ പദ്ധതിയൊന്നും ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടിയൊന്നുമല്ല. ഇത് നമ്മുടെ കാരണവന്മാർ, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ. കേരളത്തിൻ്റെ സാക്ഷരത 100-ലേക്ക് എത്തുക. സാക്ഷരതയില്ലാത്ത ആരും തന്നെ ഇവിടെ ഇല്ലാത്ത വിധത്തിൽ വലിയ നിലവാരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിൻ്റെ പിറകിൽ നമ്മുടെ കാരണവന്മാർ കാണിച്ചിട്ടുള്ള വലിയ കാഴ്ചപ്പാടുണ്ട്.
ആ വലിയ കാഴ്ചപ്പാട് ഈ നാടിന് വരുത്തിയ വലിയ മാറ്റമുണ്ട്. ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സമുദായം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സമുദായത്തിൻ്റെ ജനസംഖ്യ വർധനവ് വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ നിലപാടിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനസംഖ്യ തീർത്തും താഴോട്ട് പോകുന്ന ഒരു നിലപാടിലേക്ക് പോകുകയാണെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ഒരു സർവൈവലിന് പോലും സാധിക്കാത്തൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ വരും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പണ്ട് മാരേജിൻ്റെ ഏജ് ഏർലി ആയിരുന്നു. ഇപ്പം എൻ്റെ അമ്മയുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് 18 വയസ്സിലാണ്. അതുകൊണ്ട് 10 പിള്ളേരാണ്. ഇന്ന് കല്യാണം കഴിയുന്നത് 28ഉം 29ഉം ഒക്കെ വയസ്സിലാണ്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി പീരീഡ് കുറയുന്നു. ഇവിടെയൊക്കെ നമുക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. ഞാൻ പറയുന്നത് ദൈവം തന്നെ കൊടുത്ത വലിയതാണ്. നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിക്കണം. ഈ വർധനയില്ലാതെ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാകില്ല. നിങ്ങൾ ഭൂമിയിലെ മണൽത്തരി പോലെ നിങ്ങൾ വർദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമുദായം നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ഞാൻ മാനന്തവാടിയിൽ പോയപ്പോൾ അവിടെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് ഇടവന്നു. 10-40 വർഷങ്ങൾക്ക് മുൻപ് കുടിയേറി കഷ്ടപ്പെട്ട് വെച്ചു പിടിപ്പിച്ച സ്ഥലങ്ങളിലേക്കാണ് ഇന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത്. വന്യമൃഗങ്ങൾക്ക് ഒരുപക്ഷെ കാട്ടിലെ തീറ്റ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, പക്ഷെ അവർ താഴോട്ട് ഇറങ്ങുകയാണ്. അതിനെ വന്യമൃഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിനെ പറ്റിയുള്ള നിയമങ്ങളുണ്ട്. വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന മനുഷ്യർക്ക് സംരക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു നിയമവും ഇന്ന് ചിന്തിക്കുന്നില്ല. ഇന്നെല്ലാം എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചിന്തിക്കുന്നത് വന്യമൃഗങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. പക്ഷെ വന്യമൃഗങ്ങളാൽ ആക്രമിക്കപ്പെടുന്ന മനുഷ്യരെ സംരക്ഷിക്കപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകൾ ഇന്ന് ഇല്ല. കർഷകൻ്റെ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ എന്ന് പറയുന്നത് കാർഷിക വിളകൾക്ക് വിലയില്ലെന്നുള്ളതാണ്. ആരിപ്പോൾ നെൽകൃഷി ചെയ്യുന്നില്ല. നെല്ലിനോട് ശത്രുത തോന്നിയത് കൊണ്ടല്ല, ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ നെൽപ്പാടങ്ങളുടെ ശേഖരമാണ് കുട്ടനാട്. മുരിക്കനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു സുറിയാനി നസ്രാനിയാണ് മുരിക്കൻ. അദ്ദേഹം എനിക്ക് തോന്നുന്ന ഗവൺമെൻറ്റിൻ്റെ സ്കീമിനേക്കാളൊക്കെ അതീതമായിട്ട് കണ്ടെത്തിയ ഒരു ഇതാണ് കുട്ടനാട്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള എക്കൽ മണ്ണാണ് അത്. അവിടെ കൃഷി ഇറക്കിയാൽ 100% വിളവ് കിട്ടുമെന്നുള്ളത്. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ വിഭവങ്ങൾക്ക് വിലയില്ലാത്തത് കൊണ്ട് കൃഷിയിലേക്ക് പോകാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു. ആൾബലവും കുറഞ്ഞിട്ടുണ്ട്. കൃഷിയിലേക്ക് പോകാൻ ആളുകൾ ഇറങ്ങുന്നില്ല. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടാക്കിയ ഒരു വിഭവമാണ് റബ്ബർ കർഷകർ. ഇന്ന് റബ്ബർ കർഷകൻ ഈ മേഖലയിൽ നിന്ന് മാറിപ്പോകുകയാണ്. കാരണം അർഹിക്കുന്ന വില കിട്ടാത്തത് കൊണ്ട് അധ്വാനം ആവശ്യത്തിന് ചെയ്തിട്ടും വിളകൾക്ക് വില കിട്ടാത്തത് കൊണ്ട് അവൻ മാറിപ്പോകുകയാണ്. ഇതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിലെ വിവേചനം കാണിക്കുന്ന ഒരു നിലപാട് നമുക്കറിയാം. ഞാൻ ചിലപ്പോഴൊക്കെ മൈനോറിറ്റി കമ്മീഷനെ കുറിച്ചൊക്കെ ചില അറിവുകൾ വെച്ചിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ, ഒരു മൈനോറിറ്റി കമ്മീഷനിൽ എന്തെങ്കിലും ഒരു
സുറിയാനി ക്രിസ്ത്യാനി ചെയർമാനായിട്ടുള്ളൊരു കമ്മീഷൻ ഉണ്ടായിട്ടുണ്ടോ? ഒരു സാധ്യതയില്ല. ഇനി എവിടെയെങ്കിലും ഒരു അംഗത്തെ വെച്ച് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകാം, പക്ഷേ കൊടുക്കുകയില്ല. നമ്മൾ മൈനോറിറ്റി കമ്മീഷനാണെന്ന് കമ്മ്യൂണിറ്റി ആണെന്നൊക്കെ പറഞ്ഞാലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് പഠിച്ച് വളരെ ആധികാരികമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വ്യക്തമായിട്ട് വിലയിരുത്തി ഗവൺമെൻറ്റിന് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് നമ്മളാരും കാണാൻ സാധിക്കാത്ത വിധത്തിൽ ഇരുട്ടുമുറിയിലാണ്. എന്താണ് ഈ റിപ്പോർട്ട്? ഒരുപക്ഷെ ഈ റിപ്പോർട്ട് നമ്മുടെ സമുദായത്തിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരണ പട്ടിക ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നത്തക്ക വിധത്തിലാണ് ഇതിനെ രഹസ്യമാക്കി വയ്ക്കുന്നത്. ഇത് രഹസ്യമാക്കി വയ്ക്കുന്നത് കൊണ്ട് നമ്മളുടെ മനസ്സിൽ ആകുലത വർദ്ധിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ നിങ്ങളുടെ സ്ഥിതി വളരെ പരിതാപകരമാണെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി വളരെ ഉന്നതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമുണ്ട്. ഇത് എന്താണെന്ന് ഒരിക്കലും പുറത്തു വിടാതെ ഞാൻ പറയും, ഇങ്ങനത്തെ രേഖകൾ ഒരു വലിയ പഠന രേഖയാണത്. ആ രേഖ വയ്ക്കുകയാണെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും നടപ്പാക്കാൻ, ഗവൺമെൻറ്റിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂട്ടുപങ്കാളിത്തത്തോടുകൂടെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു സമുദായമാണ് നമ്മുടെ സമുദായം. ആ സമുദായം ഗവൺമെൻറ്റിനെ ഒറ്റപ്പെടുത്തില്ല. പക്ഷേ ഇങ്ങനെ നടത്തിയ ഒരു പഠനം എന്താണ് ഇതിന് നിജസ്ഥിതി എന്ന് പുറത്ത് വരാതിരിക്കാൻ എന്തിനാണ് ഇങ്ങനെ ഇരുട്ടത്ത് തപ്പുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ മുനമ്പം പ്രശ്നത്തിൽ നിങ്ങളോട് ഒരിക്കൽ ഞാൻ പത്രക്കാരോട് പറഞ്ഞു, അത് വഖഫിൻ്റെ ഭൂമിയാണെന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരെങ്ങോട്ട് പോകണം? എത്രയോ വർഷങ്ങളായിട്ട് അവരവിടെ ജീവിക്കുന്നവരാണ്. അത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു നിലപാടല്ലേ? അവിടെയുള്ള പള്ളികൾ, അവിടെയുള്ള സ്ഥാപനങ്ങൾ, ഇതെല്ലാം തന്നെ പണ്ട് കാലത്ത് വഖഫിൻ്റെ അധീനതയിലുള്ള ഭൂമിയാണെന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ ചില സമുദായങ്ങൾക്ക് കുറേ കൂടെ പ്രയോറിറ്റി പരിഗണന കൊടുക്കുകയും ചില സമുദായങ്ങളെ വളരെ വളരെ പിറകോട്ട് നമ്മളെ തൊട്ടാലും ഒരു കുഴപ്പമില്ലെന്നുള്ള നിലപാടിലേക്ക് എത്തുന്നത് പോലെയുള്ള ഒരു ചിന്ത. നമ്മുടെ പലർക്കും സ്കൂളുകളിലൊക്കെ ജോലി കിട്ടിയിട്ടുണ്ട്. ഇതാരും സ്കൂളിൽ ശമ്പളം കൊടുക്കാൻ ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. നമ്മുടെ കാരണവന്മാർ തന്നെയാണ് ശമ്പളമൊക്കെ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ സ്കൂളുകളുടെ നിയന്ത്രണം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു നിയമപരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്കൂളുകളിലെ ശമ്പളം, അധ്യാപകരുടെ ശമ്പളം ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടായത്. എന്നാൽ ഈ സ്കൂളുകളിലേക്ക് അധ്യാപകരെ നിയമിക്കാനുള്ള എല്ലാ സാധ്യതകൾക്കും പലവിധ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ട് നിയമനങ്ങളൊന്നും നടക്കാത്ത വിധത്തിൽ എല്ലാം അടഞ്ഞു പോകുകയാണ്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറേ കൂടെ കാര്യക്ഷമമായും കാലികമായിട്ടും ഇടപെടണം. കത്തോലിക്ക കോൺഗ്രസ് സഭയോടൊന്ന് ചേർന്ന് നിന്ന് നടത്തുന്ന എല്ലാ നിലപാടുകൾക്കും നിലവാരമുള്ള കർമ്മപദ്ധതികൾക്കൊക്കെ സഭയുടെ നാമത്തിൽ ഞാൻ നിങ്ങളോടൊക്കെ എൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള കടപ്പാടും കൃതജ്ഞതയും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പക്ഷേ നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികൾ വളരെ വൈപുല്യമാർന്നതാണ്. നമ്മുടെ മുൻപിലുള്ള യാത്രകൾ വളരെ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കൂടെ ആക്റ്റീവായിട്ടും ഇഫക്റ്റീവായിട്ടും ഈ രംഗത്ത് മുന്നോട്ട് വരണം. പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കൊക്കെ അറിയാം, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മിക്കവാറും
നമ്മൾ വിചാരിച്ച പല വാർഡുകളിലും നമുക്ക് വളരെ കോൺസെൻട്രേഷനുള്ള വിധത്തിലാണ് വാർഡുകൾ കിടക്കുന്നത്. അവിടെയൊന്നും നമ്മുടെ ആളുകളെ കയറ്റി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ വോട്ട് മാത്രം മതി, നിങ്ങളവിടെ നിന്നേച്ചാൽ മതി എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും, അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഒരുക്കമായിട്ടുള്ള നമ്മുടെ കർമ്മ പദ്ധതികൾ കുറേ കൂടെ കാര്യക്ഷമമായും കുറേ കൂടെ ദൂരക്കാഴ്ചയുള്ളതാക്കി തീർക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എന്നും നിങ്ങൾ പതാക എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ മുമ്പിൽ പിടിച്ച് നിന്നോളാം. അല്ല, ഇനി പിറകിലാണ് നിൽക്കേണ്ടതെങ്കിൽ ഞാൻ അവിടെയും നിൽക്കാം. പക്ഷേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു സമുദായത്തിൻ്റെ സംരക്ഷകരാണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു കോൾ യു ദ മിലിറ്ററി ഓഫ് ദ സിറോ മലബാർ ചർച്ച്. നിങ്ങൾ സഭയുടെ ഒരു സൈന്യമാണ്. നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ സജീവമായ കൂട്ടുപങ്കാളിത്തവും സഭയുടെ നിലനിൽപ്പിന് വളരെ ആവശ്യമാണ്. നമ്മളൊരിക്കലും അവഗണിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ സമുദായം ഒരുപാട് മുന്നോട്ട് പ്രയാണം ചെയ്യണം. നമുക്ക് കുറേ കൂടെ കാഴ്ചപ്പാടുകൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും തൊഴിലിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാകണം. ഞാൻ ചില രൂപതകളൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എനിക്ക് PSCക്കൊക്കെ വേണ്ടി പല രൂപതയുടെ നേതൃത്വത്തിലൊക്കെ നടത്തുന്ന എക്സാമിനേഷൻ ഓറിയൻറ്റേഷൻസൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാൻ കാരണമാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കത്തോലിക്ക കോൺഗ്രസ് അത്തരത്തിലൊക്കെ ചിന്തിക്കണം. നമുക്ക് വളരെ വിദഗ്ധരായിട്ടുള്ള വിദ്യാഭ്യാസ വിജീഷണന്മാരുണ്ട്, നമുക്ക് വലിയ സ്ഥാപനങ്ങളുണ്ട്. PSC കോച്ചിങ് സെൻറ്ററുകളൊക്കെ നിങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിക്കാൻ കഴിയുമോ എന്ന് പിതാക്കന്മാരുടെ സപ്പോർട്ടോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെറുതെ ഒരു PSC പോയിട്ട് എഴുതിയത് കൊണ്ട് കിട്ടണമെന്നില്ല. പക്ഷേ വേണ്ടത്ര കോച്ചിങ്ങോടുകൂടെ PSCയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്കും ജോലി കിട്ടാൻ ധാരാളം സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ക്രിയാത്മകവും കാര്യക്ഷമവുമായിട്ടുള്ള കർമ്മ പദ്ധതികളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സിറോ മലബാർ സഭയുടെ സിനഡിൻ്റെയും സിറോ മലബാർ സഭയുടെ മൊത്തമായ പിന്തുണ ഉണ്ടെന്ന് ഞാൻ അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾ സഭയുടെ സന്നദ്ധ സൈന്യമായിട്ട് തീരാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി.